ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ഫിഷറീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫിഷറീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഏകദേശം അതുപോലെ തന്നെയുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് റീസെൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, അതായത് നമുക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. ഡിസംബർ 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇത്തവണയും ചില കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അതേ സ്കെയിൽ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. ഇച്ചിരി ഉയരും എന്ന് കരുതി, പക്ഷേ അങ്ങനെ വന്നില്ല. ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ 35,600 തന്നെ ആയിരുന്നു. ഇത്തവണയും നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിലെ പേ സ്കെയിൽ 35,600 തൊട്ട് തന്നെയാണ് സ്റ്റാർട്ടിങ്. പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം, ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് എന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കഴിഞ്ഞ വട്ടം 28 വേക്കൻസീസ് ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. ഇത്തവണ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിലവിൽ ലിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ലിസ്റ്റ് അടുത്ത വർഷമേ തീരുകയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളത് കയറി കാണുക. അപ്പോൾ ആ ലിസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ശേഷം ഇനി എത്ര വേക്കൻസി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സിമിലർ തന്നെയാണ് ഇത്തവണ വിളിച്ചിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ തന്നെയാണ് അപ്ലൈ ചെയ്യാവുന്നത്. ക്വാളിഫിക്കേഷൻസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഡിഗ്രി ഇൻ ഫിഷറീസോ അല്ലെങ്കിൽ സുവോളജിയോ അല്ലെങ്കിൽ മറൈൻ ബയോളജിയോ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വട്ടത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ വേക്കൻസീസ് ഇത്തവണ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് കൊണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സിമിലർ തന്നെയാണ്. നമുക്ക് അറിയാം, 2 വർഷം ജോലിക്ക് കയറി കഴിഞ്ഞാൽ 2 വർഷം പ്രൊബേഷൻ ഉണ്ടാകും. പിന്നെ ജോലിക്ക് കയറിയതിന് ശേഷം നമ്മൾ പാസ്സാവേണ്ട ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ വട്ടവും ഉള്ളതുപോലെയൊക്കെ തന്നെ. ബാക്കി എല്ലാത്തിലും സിമിലർ ആയിട്ട് തന്നെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യുക. ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കണ്ട കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫിഷറീസ് ഓഫീസറിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നവംബർ 10-ാം തീയതി മുതൽ ഹൈപ്രപ്പിൻ്റെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ നമ്മുടെ ആ എക്സാം സമയമാകുമ്പോഴേക്കും സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റിവിഷൻ വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോഴ്സിൻ്റെ ഭാഗമാകുക. നല്ലൊരു ഡിഗ്രി ലെവൽ തസ്തികയിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.